എല്ലാവരും നോട്ടെട്, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ എഴുത്. Planning is a basic marginal function and the process of deciding advance what to do, how to do, when to do. എന്താ നീ എഴുതണില്ലേ? പേന കളഞ്ഞുപോയി. ആ, എന്നാ കഴിവുള്ളവർ മാത്രം എഴുതിയാൽ. Every organization has to fulfill certain. Every organization. ഇനി ഞാൻ കറക്റ്റായിട്ട് എഴുതും, പഠിക്കും, ജോലി വാങ്ങണം. Objectives every plan must. Planning is the basic function of management. എഴുതിയല്ല എല്ലാവരും. All other management functions are performed. എഴുതിയ with the framework out plans our droids also. എഴുതിയല്ല സാർ മാനേജ്മെന്റ് ഒന്നുകൂടി എവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നീ? Objectives every plan must contribute towards. കറണ്ട് പോയി. മിണ്ടാറോ. അളിയോ, ഇങ്ങനെ നടന്നാ പറ്റൂല കേട്ടോ. കൊടയെടുത്തില്ല. ബാഗേ എടുക്കാറില്ല, പിന്നെയാണ് പോപ്പിക്കൂട. എടാ അതല്ലടാ, നമുക്ക് ജോലിയൊക്കെ സെറ്റാക്കി പൈസ ഉണ്ടാക്കണം. ആ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിന്ന് ആലോചിച്ചേ ഉള്ളൂ. അടിയ ആദ്യം നീ പൈസ ഉണ്ടാക്കി ഒരു ഫോൺ എടുക്കും, ഒരു കീപാഡും ഉണ്ട്, അവനും ഉണ്ട്. ഹലോ മക്കളെ, 50 രൂപക്ക് മീൻ വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. അമ്മ, എനിക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങണം. അളേ, നാളെ മഴയാണെങ്കിൽ ഞാൻ ഇല്ല കേട്ടോ സ്കൂളില്. ആളെയില്ലെങ്കിൽ പിന്നെ ഞാൻ കാണുള്ളൂ, ഞാനും ഇല്ല. എങ്കിൽ ഞാനും ഇല്ല. മക്കളെ, എന്തെങ്കിലും ഒന്ന് വാങ്ങടാ. കുറെ ദിവസമായി ബിസ്ക്കറ്റൊക്കെ പൊടി പിടിച്ചടങ്ങും. ഒന്ന് മൈൻഡ് ആക്കടാ. അമ്മച്ചി 3 സിപ്പപ്പ് 2ന്റെ. എനിക്ക് വേണ്ട, ഞാൻ ഷുഗർ കട്ടാണ്. ഒരു സിപ്പപ്പ് ലൈൻ കാർഡ്. അരെ ബൈ, കീപാഡ് ഫോണിന്റെ ബാറ്ററി ഉണ്ടോ? എന്നോട് ചോദിക്കണം എന്തിനു? ഈ ഏരിയയിൽ നമ്മുടെ കയ്യിലല്ലേ ഉള്ളൂ കീപാഡ്. എടാ, എന്നാലും ശരിയാണല്ലേ, ആ ബംഗാളിക്ക് ഇവനും മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കീപാഡ് ഫോണ്. അളിയോ, മഴ തീർന്നപ്പോ എന്ത് സുന്ദരമല്ലേ പ്രകൃതി. വിഷയമായിട്ട് നോക്ക്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഫോൺ വാങ്ങും, ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ അച്ഛൻ നിന്റെ പട്ടി കിട്ടോ. എന്താ മോനെ കരയണേ? ബർഗർ ചേട്ടാ, എന്റെ ബർഗർ തിന്നാൻ പോലും പൈസ ഇല്ല, ഫോണ് പോലും ഇല്ല. നിനക്ക് വീടുണ്ടോ? എനിക്കതുപോലും ഇല്ല, പക്ഷെ പണമുണ്ട്. കണ്ടാ, ഇത് കാണേ. ഇതെങ്ങനാ? പിച്ചെടുത്ത് പൈസ ഉണ്ടതിനേക്കാളും ചാവണല്ലേ കേട്ടാ നല്ലത്. നിനക്കിപ്പ എന്താ വേണ്ടേ? അല്ലല്ലോ, ഫോണ് വാങ്ങാൻ കുറച്ച് പൈസ വേണം. അത്രേ ഉള്ളുവാ? എന്നെ പോലെ വഴിവെട്ടി വേടാ. വന്നതാ. എനിക്കും വെട്ടണം വഴി. ഞാൻ പറഞ്ഞു തരാം വഴി, പക്ഷേ 50-50 ആയിരിക്കണം. നിന്റെ ഒരു കിഡ്നി അങ്ങ് വിറ്റാ പോരെ. കിഡ്നിയാ? അതൊന്നും പറ്റൂല. എന്നാ നിന്റെ വേണ്ട. പുല്ലുക്കളവി തന്ന സിപ്പപ്പ്.
പേടിക്കണ്ടടാ, ഞാൻ നീയാണ്, നീ ഞാനാണ്. ഞാൻ നിന്റെ ഫ്യൂച്ചറിൽ നിന്ന് വന്നയാ. എന്നാ എനിക്കറിയാന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ആ ബെഡ് എടുത്ത് വെക്കുക, സിഗരറ്റ് കാണാം. നിന്റെ ഫോണിന്റെ പാസ്വേഡ് 2006. നിന്റെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് ലോലു ലോലിപോപ്പ്. ഇതെങ്ങനെ എടാ, അപ്പൊ നീ ഒറിജിനൽ ആണല്ലേ? നീ എങ്ങനെ ഇവിടെ വന്നേ? ഈ ടൈം ട്രാവൽ വാച്ച് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയ. മസ്കിന്റെ അടിച്ചു മാറ്റിയതാ. എല്ലാം ഞാൻ പറയാം, നീ ആദ്യം കുറച്ച് വെള്ളം താ. നിനക്കിപ്പ 30, എനിക്കിപ്പ 16. എടാ, +2 ഞാൻ എത്ര മാർക്കിന് ജയിക്കും? 100% പൊട്ടും. അതും പോയി. നിനക്കെന്താണ് ജോലി? ജോലി ഇല്ലടാ മുന്നേ. നിന്റെ ഈ ഉഴപ്പ് പറഞ്ഞാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഇപ്പൊ ഞാൻ വെറും കുടിയനാണ്ട കുടിയൻ. എല്ലാവർക്കും ഒരു കഴിവ് കിട്ടോടാ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തില്ലേ? എടാ, ഇനിയെങ്കിലും അത് പഠിക്കാൻ നോക്കടാ, കുറച്ചെങ്കിലും പഠിക്കടാ. അതൊക്കെ പോട്ട്. എടാ, നിനക്ക് പൈസ ഒക്കെ എങ്ങനെ? കല്യാണമൊക്കെ? കല്യാണല്ലേ? ഓ, ഞാൻ ഇവിടെ എന്തിനാ വന്നേന്ന് ഇതുവരെ ചോദിച്ചാടാ? എന്തിനാ വന്നേ? ഒരു 10 മണിയാകുമ്പോൾ നിന്റെ ഫ്രണ്ട് വിളിക്കും. അവൻ ഒരു സ്ഥലം വരെ വരാൻ പറയും. നീ ഒരിക്കലും പോവല്ലേ. അതെന്ത്? ഇത് കണ്ട, നിന്റെ ഫ്രണ്ട് എന്റെ കിഡ്നി എടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ വേണ്ട, നിന്റെ ഫ്രണ്ടിന്റെ കിഡ്നി മതി. ചേട്ടാ, നിങ്ങളൊന്ന് പോയ അങ്ങോട്ട്. മോനെ, കോടികളാണ് കോടികൾ കേട്ടാ. ചിന്തിച്ച് തീരുമാനിച്ചാ മതി. നിനക്കും ഒന്നും പറ്റൂല, അവനൊന്നും പറ്റൂല, ആരും അറിയാനും പോണില്ല. നിനക്ക് കിട്ടാൻ പോകുന്നത് കോടികൾ. അപ്പൊ സ്റ്റിച്ച് കാണൂലേ കിഡ്നി എടുത്തതിന്റെ ഒക്കെ? അത് അവനെ അറിയാതെ തള്ളിയിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് ഇട്ടെന്ന് പറഞ്ഞാ പോരെ. ഇപ്പൊ കോള് വരും. ഏത് ഫ്രണ്ട് ഞാൻ നീ പറയണേ? നീ തന്നെ കണ്ടോ? അളിയ 19 രൂപ റീചാർജ് ചെയ്യേ. ജിമ്മനാണ്. ഇവനൊന്നല്ല, അടുത്തത്. കിട്ടാൻ പോകുന്നത് കോടികളാണ്. എന്തായാലും എനിക്കും അവനും കുഴപ്പമൊന്നും ഉണ്ടാവൂല. എന്തായാലും ട്രൈ ചെയ്തു നോക്കാം. തടിയനാണ്. അളിയോ, നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാല ഫുൾ ചെലവ് എന്റെ വക. പൊന്മുടി പോവാ. അത് ആടാ, ഞാൻ വരാം. നീ പോവാൻ പോവാണ? നിനക്കെന്നെ വിശ്വാസമില്ലേ? കൂടെ നിന്ന് ചതിച്ചവനാണ്ടാവൻ. എനിക്കറിയണം, ഒരു ഫോണിന് വേണ്ടി സ്വന്തം സുഹൃത്തിന് വരെ ഇങ്ങനെ ചെയ്യുമെന്ന്. എന്തായാലും ഞാൻ പോവാൻ പോണു. അല്ല, നീ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് പോലീസിനെ അറിയിക്കാത്ത? 2 വർഷം മുന്നേ ഞാൻ കുടിയനായോണ്ട് കടുത്ത വയറുവേന കാരണം ചെക്ക് ചെയ്യാൻ പോയി. അപ്പോഴാണ് അറിഞ്ഞ് ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന്. അല്ല, അവൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഡോക്ടർ പറഞ്ഞ് വയറിന്റെ അവിടെ ഓൾറെഡി സ്റ്റിച്ച് മാർക്കുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ഇതിന്റെ സഹായത്തോടെ ഞാൻ കണ്ടുപിടിച്ച്. എനിക്ക് പോകാൻ ടൈമായി. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നു, നീ ഒരിക്കലും അവൻ്റെ കൂടെ പോവല്ലേ. അളിയാ, നീ റെഡി ആയല്ലോ അല്ലേ? ആടാ, നമ്മക്കിനി നേരിട്ട് കാണാം. ചിരിച്ചോണ്ടിരിക്കണോ? അളി ഇപ്പൊ കാറ് വരും, അതിൽ നമുക്ക് പോവാം കേട്ടോ. എന്ത് സിമ്പിളായിട്ട് എന്നെ കൊല്ലം കൊണ്ടുപോകണം നമുക്ക്. ആരത്? അതൊക്കെ പറയാം, നീ ആദ്യം ഈ ജ്യൂസ് കുടി. അവൻ എനിക്ക് അന്ന് ഒരു ജ്യൂസ് തന്നു. അത് വെച്ചാണ് അവൻ എന്നെ മയക്കിയത്. അങ്ങോട്ട് നോക്കടാ, 2 പേരാ, പെട്ടെന്ന് നോക്ക്. എന്നടാ കുടിച്ച്. ഗുഡ് ബോയ്.
ചേട്ടാ ഡീലിങ്സിന്റെ കാര്യമൊക്കെ സെറ്റാണല്ലോ. എടാ നീ ആ ഡോക്ടറിന്റെ കത്തൊക്കെ എടുത്തു കൊടുത്ത. ഇതാണ് പിടികിട്ട പുള്ളി സൈമൺ. എടാ നിനക്കത് കിട്ടുമോ? ഇതെങ്ങനെയാണ് എണീറ്റത്? എന്നാലും നിനക്ക് എങ്ങനെയാ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? നമ്മള് ചങ്കായിരുന്നില്ലേ? ഒളിയാ നീ തെറ്റിദ്ധരിച്ച്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചതി അത് പൊറുക്കാൻ പറ്റൂല. ഇവനല്ല അറിഞ്ഞ സ്ഥിതിക്ക് കൊല്ലണല്ലേ നല്ലത്. ചേട്ടാ കിഡ്നി മാത്രമൊന്നല്ലേ പറഞ്ഞ്. സാറ് കുറച്ച് മുന്നേ വരാന്ന് പറഞ്ഞല്ലേ. 3 വണ്ടി കയറ. ഞാനും കുടുങ്ങി. ഇനി ജയിലിലാവോ? എന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്നും വേണ്ടായിരുന്നു. സാറേ ആ 3 പേരും ഇല്ല, അവൻ എന്റെ ഫ്രണ്ടാ. എന്നെ അവനെയാണ് കിഡ്നാപ്പ് ചെയ്ത്. സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ കിഡ്നാപ്പ് ചെയ്തതാണ്. അളിയാ ഇതൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇനി നീ എന്റെ മുന്നിൽ വരല്ലേ.